നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു സ്കാനിംഗ് റിപ്പോർട്ട് ഞങ്ങൾ പറയുന്നത് പോലെ ഒന്ന് തിരുത്തി എഴുതണം. വാട്ട്? നിങ്ങൾ എന്ത് മര്യാദകേടായി പറയുന്നേ? ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ചൂടാവാതെ സാറേ. ആശുപത്രിക്കാരുടെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ അമ്മേ. ഇല്ല, അങ്ങോട്ട് പോയവരാരും ഇങ്ങോട്ട് വിളിച്ചില്ല. അല്ല, ജഗദീഷ് അങ്ങോട്ട് പോവോ? നീ അവനോട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞോ? ഇല്ല അമ്മേ, പറഞ്ഞില്ല. ജഗദീഷ് ഏട്ടൻ സ്ഥലത്തില്ല. മാത്രമല്ല, അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ വിളിച്ചു പറയാൻ. അതെ, സീരിയസ് ഒന്നുമല്ല. പിടിക്കാത്ത ആഹാരം എന്തോ അവള് കഴിച്ചിട്ടുണ്ട്, അതാ. അതിന് നന്ദിനി നോണൊന്നും കഴിക്കില്ലല്ലോ. ഇല്ല. നോൺ കഴിക്കുന്ന എന്തിനാ? ഇപ്പോഴത്തെ പച്ചക്കറിയിലൊക്കെ മായവാ. കീടനാശിനികളല്ലേ മാറി മാറി അടിക്കുന്നത്. കീടനാശിനിയൊന്നും അല്ല, അതുപോലത്തെ ഒരു ഗുളികയാ. കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാൻ വഴി കണ്ടുപിടിച്ചോളല്ലേ. അവൾക്ക് ഇത് കൊടുത്താ പോരാ. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു 100,000 ടെസ്റ്റ് കഴിഞ്ഞിട്ടേ അവര് രോഗം എന്താണെന്ന് പറയൂ. അതിനുശേഷമേ ട്രീറ്റ്മെന്റ് തുടങ്ങൂ. എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. എന്താ അത്? കള്ളത്തരോ? നിന്റെ നിപ്പും ഭാവമൊക്കെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം. നിങ്ങൾക്ക് എന്താ? അല്ല, എല്ലാവർക്കും ഞാൻ ഒരുമിച്ചാ കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ നന്ദിനിയടത്തേക്ക് മാത്രം എന്താ വയറിന് പിടിക്കാഞ്ഞത്? അത് എനിക്കറിയൂ. നിങ്ങൾ പോയി അവരോട് ചോദിക്കും. നീ ഞാൻ അറിയാതെ ആ കടിഞ്ചായൽ എന്തെങ്കിലും കലിക്കോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്താ നിങ്ങൾ തമ്മിലൊരു സീക്രട്ട്? ഏയ്, ഒന്നുമില്ല. ദേവമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നതിലുള്ള ടെൻഷനില്ല. അതിനെ കുറിച്ച് പറയായിരുന്നു ഞങ്ങള്. ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ നന്ദിനിയടത്തി. ആ മാധുരി ജയറാമേട്ടനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം കട്ടുകൊണ്ടുപോകാൻ ജയറാം എന്താ മാമ്പഴവും മറ്റുമാണോ? അയ്യോ, അതല്ല. 10-20 വർഷത്തെ കഷ്ടപ്പാടിനു ശേഷം ഭർത്താവിനെ തിരിച്ചു കിട്ടിയതല്ലേ. ഒരു സന്തുഷ്ട കുടുംബം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോ വിധിയുടെ വിളയാട്ടം വല്ല ഉണ്ടാവോന്ന്. വിധിയുടെ വിളയാട്ടം ഏതോ പൈങ്കിളിക്കഥ വായിച്ചപ്പോ കിട്ടിയ വാക്ക്. നിന്റെയൊക്കെ മനസ്സ് നിറയെ കുഷ്ഠരോഗം. കുഷ്ഠരോഗത്തിനൊക്കെ ഇപ്പൊ നല്ല ചികിത്സ കിട്ടും. പോയി ചികിത്സിക്കേ. ഹോ, എന്റെ ജഗദീഷിന്റെ തലയിലേക്ക് വന്ന് വീണ ഇടുത്തി. കൈമളേട്ടാ, ഇങ്ങ് വന്നേ. അവരവരുടെ കുഴി തോണ്ടാൻ ഈ മാലതി വളരെ മിടിക്കുക. എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ? യെസ്. റഫീഖ് സാർ? അതെ, ഞാനാണ്. ഞാൻ ഇന്ദ്രജ മേഡം പറഞ്ഞിട്ട് വന്നതാ. ഇരിക്കൂ. ഇന്ദ്രജ മേഡം എന്നെ വിളിച്ചിരുന്നു. ഒരാളെ ഇങ്ങോട്ട് വിടുമെന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങളാണോ? അതെ, ഞാൻ വൈശാഖ്. കാര്യം പറയൂ. ഒരു സ്കാനിംഗ് റിപ്പോർട്ട്
ഞങ്ങൾ പറയുന്നത് പോലെ ഒന്ന് തിരുത്തി എഴുതണം. വാട്ട്? നിങ്ങൾ എന്ത് മര്യാദകേടായി പറയുന്നേ? ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ചൂടാവാതെ സാറേ. ഇതിപ്പോ 5 ലക്ഷമുണ്ട്. ഇന്ദ്രജ മേഡം തന്നതാ. മാധവ മന്ദിരത്തിൽ ഇന്ദ്രജ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന വരദായനിയായ ദേവിയാണ്. സാക്ഷാൽ അന്നപൂർണേശ്വരി. പ്രസാദിച്ച എന്തും തരും. ആ, സാറിന് എന്താ വേണ്ടത്? ആ, അങ്ങനെ വഴിക്ക് വാ. നന്ദിനിയുടെ സ്കാനിങ്ങിൽ അവരുടെ വയറ്റിനുള്ളിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അത് ക്യാൻസറായി വളരുന്നുവെന്നും റിപ്പോർട്ടിൽ എഴുതണം. ഓരോ ചെക്കപ്പിനും ഈ റിപ്പോർട്ട് ആവർത്തിച്ച ഇത്രയും അല്ലെങ്കിലും നല്ലൊരു തുക ഞങ്ങൾ തരും. എന്തു പറയുന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.